നമസ്കാരം. PVN എൻ്റർടൈൻമെൻ്റ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രവീൺ മാത്യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാഹുൽ ഈശ്വർ അതുപോലെ രാഹുൽ മാങ്കൂട്ടം എന്നിവരുടെ വിഷയത്തെക്കുറിച്ചാണ്. രാഹുൽ ഈശ്വറിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വിഷയം ഒരേ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന വിഷയമാണ്. ഒന്ന്, ഒരു സ്ത്രീയെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അത് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം. അതുപോലെ രാഹുൽ ഈശ്വറിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഐഡന്റിറ്റി രാഹുൽ ഈശ്വർ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ഈ രണ്ട് കേസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് രാഹുൽ ഈശ്വറിന്റെ കേസ് പരിഗണിക്കും. ഇത് അല്പം ലൈറ്റർ കേസാണ്. അതായത് രാഹുൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു പീഡനത്തിന് ഇരയായപ്പെട്ട സ്ത്രീയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അത് അവരുടെ ഫ്യൂച്ചർ ലൈഫിനും അതുപോലെ അവരുടെ ജീവിതത്തിനും ഒക്കെ ജീവിതത്തിനും സോഷ്യൽ വെൽബീയിങ്ങിനും ഒക്കെ ഭാഗമായതുകൊണ്ട് അത് ഒരിക്കലും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുതെന്നാണ് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് പറയുന്നത്. എന്നാൽ രാഹുൽ ഈശ്വർ ഇത് വെളിപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. ഇത് ശരിക്കും ഒരു ജാമ്യം കിട്ടില്ലാത്ത വകുപ്പാണ്, ജാമ്യം കൊടുക്കരുതാത്ത വകുപ്പാണ്. കാരണം ഇത് അവർക്ക് ആ സ്ത്രീക്ക് വളരെ ബുദ്ധിമുട്ടാകുന്നതാണ്. കാരണം ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന സ്ത്രീകളോട് യാതൊരുവിധ മര്യാദയും കാണിക്കാത്തതാണ്. കാരണം അയാളൊരു വക്കീലാണ്. അതുപോലെ തന്നെ അയാൾ ക്രിമിനൽ കേസുകൾ പ്രതിക്ക് എപ്പോഴും അനുകൂലമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. കാരണം ഒരു വക്കീലിനെ സംബന്ധിച്ച്, ഡിഫൻസ് ലോയറിനെ സംബന്ധിച്ച് പ്രതിക്ക് അനുകൂലമായിട്ട് വാദിക്കേണ്ട ആളാണ്. അത് കോടതിക്കകത്താണ്, അല്ലാതെ പുറത്ത് പൊതുസമൂഹത്തിൽ വന്ന് അവരെ വളരെ മോശപ്പെട്ട രീതിയിൽ ചാനൽ ചർച്ചകളിലൂടെ അവരെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം, ഈ രാഹുൽ ഈശ്വർ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയോ എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും രാഹുൽ ഈശ്വർ ആ സ്ത്രീയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് വേണം പറയാൻ. ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് അയാളുടെ പേരാണ്. രണ്ടാമത് അയാൾ എവിടെ ജോലി ചെയ്യുന്നു, അയാളുടെ ജോലി എന്താണ്, അയാൾ എവിടെ താമസിക്കുന്നു, അയാളുടെ മാതാപിതാക്കന്മാർ ആരെല്ലാമാണ്, അയാളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരാളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. രാഹുൽ ഈശ്വർ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അത് പേര് വെളിപ്പെടുത്തില്ല. പക്ഷേ ബാക്കി എല്ലാ കാര്യവും അദ്ദേഹം വെളിപ്പെടുത്തി. അവരെവിടെയാണ് താമസിക്കുന്നത്, അതുപോലെ അവർക്ക് എവിടെയാണ് ജോലി ചെയ്യുന്നത്, അവരുടെ മെറിറ്റൽ സ്റ്റാറ്റസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് വെളിപ്പെടുത്തി. പിന്നെ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഫോട്ടോയാണ്. ഈ ഫോട്ടോയും ഷെയർ ചെയ്തു എന്നാണ് പറയുന്നത് രാഹുൽ ഈശ്വർ. ഇത്രയും കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആരാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകും. പിന്നീട് ഇതുകൊണ്ടുള്ള എല്ലാ ദൂഷ്യവശങ്ങളും അവരെ വഹിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് രാഹുൽ ഈശ്വർ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് വേണം പറയാൻ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ജാമ്യം കൊടുക്കരുത്. അദ്ദേഹത്തെ 14 ദിവസമല്ല, കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ജയിലിലിടണം. അദ്ദേഹം വീണ്ടും പുറത്തിറങ്ങിയാലും ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇദ്ദേഹം ഒരു മെന്റലി അൺഫിറ്റ് ആണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം ഒരു എഡ്യൂക്കേറ്റഡ് ഒരാളാണ്. അദ്ദേഹം ശരിക്കും ഇത് ചെയ്യുന്നത് ഇതുകൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരാളെ നിയമപരമായിട്ട് ജയിലിൽ അടച്ച് അയാളെ റീഫോം ചെയ്ത് മാത്രമേ പുറത്തിറക്കാവൂ. ഇല്ലെങ്കിൽ ഈ ഇരയാകുന്ന ആളുകൾക്ക് ഇനിയും സമൂഹത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വേണം നമുക്ക് പറയാൻ. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ചിന്തിക്കാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹം 100% ഈ ക്രൈമുകൾ ചെയ്തിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അതേസമയം ഇയാൾ ക്രൈം ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഇയാൾ ഒരിക്കലും അയാൾ നിവർന്ന് നിന്ന് തന്നെ അയാളുടെ നിരപരാധിത്വം തെളിയിക്കും. പക്ഷെ ഇയാൾ അങ്ങനെയല്ല. ഇയാൾക്കെതിരെ കേസ് വന്നു എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ അയാൾ ഒഴിവാവുകയാണ് ചെയ്യുന്നത്. ആദ്യം ഇയാൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു മെന്റൽ സ്ട്രാറ്റജിയും ഒക്കെ വെച്ചാണ് ഇയാൾ ഈ ക്രൈമുകൾ ചെയ്യുന്നത്. കാരണം ഇയാളെ കുറിച്ചുള്ള തെളിവുകൾ ആരും പുറത്തു കൊടുക്കത്തില്ല. നാണക്കേട് ആവുന്നതുള്ളത് കൊണ്ട് ഈ സ്ത്രീകളാരും ഇയാളെ കുറിച്ച് വെളിപ്പെടുത്തില്ല എന്നുള്ളൊരു മുൻധാരണ വെച്ചാണ് ഇയാൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇയാൾ ഇപ്പൊ കോടതിയിൽ പറയുന്ന ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, കാരണം ഞങ്ങൾ തമ്മിൽ ബന്ധങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോ പൊളിറ്റിക്കൽ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കേസ് വരുന്നതാണ്. പക്ഷെ അതൊരിക്കലും കോടതി കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം കോടതിന് മുമ്പ് കേസ് വന്നിട്ടുണ്ട്, കുറച്ച് തെളിവുകളും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇയാൾ ചെയ്ത് വളരെ ക്രൂരത എന്ന് പറഞ്ഞാൽ ഇയാൾ അബോർഷൻ ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യേണ്ട മെഡിസിൻ വേറെ അയാളുടെ കൂട്ടുകാരൻ്റെ കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷണം നടത്തണമെങ്കിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് കിട്ടിയതിന് ശേഷം മാത്രമേ പോലീസിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇയാൾക്ക് ഒരിക്കലും ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇയാൾ ഒരിക്കലും സഹകരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇയാൾക്ക് ഒരിക്കലും ആയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ രാഹുൽ മാങ്കൂട്ടം ഈ ക്രൈമുകളെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഒരാളല്ല, ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിനെതിരെ കേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരാൾ മാത്രമാണെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷേ അങ്ങനെയല്ല. ഇദ്ദേഹത്തിന്റെ കാര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഈസ് എ ഹാബിച്വൽ സെക്ഷൽ പ്രഡേറ്റർ ആൻഡ് സെക്ഷൽ പ്രഡേറ്റർ ആണെന്ന് വേണം പറയാൻ. ആൻഡ്
അതുപോലെ ഇയാളൊരു റോയൽ പിമ്പാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാർക്ക് ഇയാൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതുപോലെ ഷാഫിയുടെ സൈക്കിളാണെന്ന് പറയുന്നു. ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തെക്കുറിച്ച് പരിഗണിക്കുമ്പോൾ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാരണവശാലും ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടില്ല. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു തന്നെ വേണം നമുക്ക് പറയാൻ. അസമയം ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഇയാൾ പൊതുസമൂഹത്തിന് മുമ്പിൽ നിവർന്നു നിന്ന് തന്നെ ഇതിനെ ഫൈറ്റ് ചെയ്തേനെ. കാരണം ഇയാൾക്ക് അനുകൂലമായിട്ട് ഇയാൾക്ക് കൊടുക്കാൻ ഒരു തെളിവുകളുമില്ല. ഇയാൾ നിരപരാധിയാണെന്ന് സ്ഥാപിക്കാൻ ഇയാളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഇയാൾ ഒളിച്ചു പോകുന്നതും ഒക്കെ. കോൺഗ്രസ് പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവുണ്ട് എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ ഒക്കെ പ്രതിപക്ഷ നേതാവൊക്കെ അദ്ദേഹത്തെ ആദ്യമേ തന്നെ പുറത്താക്കുന്നത്. അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് അറിവുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അയാളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടം പല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കുറിച്ചും ഈ രാഹുൽ മാങ്കൂട്ടം വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് കൊണ്ടാണോ ഈ നേതൃനിരയിലേക്ക് ഉയർന്നു വന്നതെന്നും ഒക്കെ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഈ കേസിന്റെ യഥാർത്ഥമായ വിവരം പുറത്തു വരുള്ളൂ. ഇത് എത്രയേറെ സ്ത്രീകളിലേക്ക് ഇത് ബാധിച്ചിട്ടുണ്ട്. ഇത് കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർക്കും അതുപോലെ പെൺമക്കൾക്കും വരെ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള മോശം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇയാളൊരു ഹാബിച്വൽ സെക്ഷൽ പ്രെഡേറ്റർ ആണെന്ന് വേണം പറയാൻ. ഇങ്ങനെയുള്ള ഒരാള് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കണമെങ്കിൽ അദ്ദേഹം പുറത്തു നിന്ന് അത് നേരത്തെ സ്ഥാപിച്ചതിന് ശേഷം സ്ഥാപിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇദ്ദേഹം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എടുത്തിട്ടുള്ളത്. ഇത്തരം ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മെന്റൽ ഒപ്പീനിയൻ ഒക്കെ വേറെ രീതിയിലാണ്. കാരണം ഈ കേസിൽ നിന്ന് മാറുക എന്നുള്ളതല്ല, ഇയാളുടെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളതല്ല ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതാരും പരിഗണില്ല. ഹൂ കെയേഴ്സ്, ഞാനിത് എന്തിനു പരിഗണിക്കണം, എനിക്കെതിരെ ആരും പരാതി കൊടുക്കില്ല, ഞാൻ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ പരാതി കൊടുത്തുള്ള സ്ത്രീ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ വേറെ വോയിസ് കോളുകളോ കാര്യങ്ങളോ എല്ലാം ഇദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുന്നയാളാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു നീണ്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ ഈ കാര്യത്തിൽ വേണ്ടതുള്ളതുകൊണ്ട് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. താങ്ക് യു.